എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫോ കുക്കിങ്ങോ ഒന്നുമല്ല കേട്ടോ, ക്ലീനിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത് ചെയ്യണ ഞാൻ വീഡിയോ എടുക്കുന്നത് പല ദിവസത്തെ ക്ലിപ്പുകളൊക്കെ ഒന്നിച്ചാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ വീട്ടിലെ വീട്ടമ്മമാരും കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിനക്ക് വീട്ടിൽ എന്താ പണിയെന്ന്. അപ്പോൾ നമ്മളുടെ പണികൾ ഇങ്ങനത്തെ കാണാത്ത ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമായിട്ട് തന്നെ ചെയ്യണത്. അപ്പോൾ അതൊന്നും അവരറിയണില്ല എന്ന് മാത്രം. നമ്മൾ വീടൊക്കെ നല്ല ക്ലീനാക്കി ഇടുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല, എല്ലാ വീട്ടമ്മമാരും ചെയ്യണ ജോലികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാവില്ല, ഇവിടുത്തെ പണികൾ എന്താന്ന്. അപ്പോൾ ഇത്രയും പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വെറും കുക്കിങ്ങും മാത്രമല്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ദിവസത്തെയാണ് എന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒക്കെ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ കഴുകി തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ സോപ്പും സ്ക്രബ്ബറും എടുത്തിട്ട് കഴുകി തുടയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെടിക്ക് ഇടുന്ന വളമാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ അത് വെച്ചിരിക്കുകയാണ് ജനലിൻ്റെ മുകളിൽ. ഉള്ളി നുറുക്കണ തോലും അങ്ങനെ എല്ലാം നുറുക്കണതിൻ്റെ വേസ്റ്റ് അതിലിട്ടിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ തന്നെ അടച്ചു വയ്ക്കുക. അത് വേറെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാറില്ല. അത് ആ ജനലിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ നമുക്ക് ഡെയിലി നുറുക്കുമ്പോൾ അത് അതിൽ ഇങ്ങനെ ഇട്ടിട്ട് നിറയുമ്പോൾ അത് കൊണ്ടുപോയി ചെടിക്ക് ഒഴിക്കാമല്ലോ. ചെടി നനച്ച് കൊടുക്കണോണ്ടാണോ അതോ ഇതൊഴിച്ചിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ പൂക്കാത്ത ഒരു റോസൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെടി വാങ്ങുമ്പോൾ ചെടിക്കടക്കാരൻ പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. വല്ലാത്ത ചെടികളൊന്നുമില്ല, 1-2 ചെടികളൊക്കെ തന്നെ ഉള്ളൂ. അതിന് ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിത് റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന ഗോതമ്പാണ്. അതൊരു 10 മിനിറ്റ് കൂടുമ്പോൾ വന്ന് നോക്കണം, ഇല്ലെങ്കിൽ വെയിൽ പോവും. വെയിൽ പോണ സ്ഥലത്തേക്ക് മാറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പണികളാണ്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോഴേക്കും നേരം പോകുന്നത് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. ഏട്ടനും മോളുമൊക്കെ പോയതിൻ്റെ ശേഷത്തെ ഞാൻ ചെയ്യുന്ന ജോലികളാണ് ഇതൊക്കെ. കുടഞ്ഞ് നിവർത്തി ബെഡൊക്കെ വൃത്തിയാക്കി ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കുളിയും ഒക്കെ ചെയ്യാറ്. അകത്തെയൊക്കെ ഒരുവിധം ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങി മുറ്റം അടിക്കണം എന്നുണ്ടെങ്കിൽ മുറ്റം അടിക്കും. ഇപ്പം കാറ്റ് കാരണം ഭയങ്കരമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും മുറ്റം അടിക്കണ്ട. അപ്പോൾ ഇപ്പം നല്ല കാറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ കുളിച്ച് വരികയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ വേറൊരു ദിവസത്തെ ക്ലിപ്പാണ്. അപ്പോൾ അത് മത്സ്യമൊക്കെ നേരെയൊക്കെ. പിന്നെ ഈ പറഞ്ഞത് കാറ്റ് കാരണം ഇത് കിണറിൻ്റെ വലയാണ് കേട്ടോ. വല ആകെ അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ പ്ലാവിൻ്റെ 1-2 കൊമ്പ് ഇങ്ങടായ കാരണം കിണറ്റിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, നിറയെ പ്ലാവിൻ്റെ ഇല ഉണങ്ങിയിട്ട് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അതിൻ്റെ 1-2 കൊമ്പ് വെട്ടി കേട്ടോ. ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ വെട്ടി. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇത് കിണറാണ്. കിണറിൻ്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ ഈ ചെടി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയില്ല. പുറത്തേക്ക് നിൽക്കുമ്പോഴൊക്കെ ഞാൻ അതൊക്കെ തന്നെ എടുത്ത് വെട്ടിക്കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇത് എന്നാൽ തേങ്ങ ക്ലിപ്പാണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ മുന്നേ തന്നെ ഇട്ടിരുന്നു. പിന്നെ ചേട്ടൻ നനയ്ക്കാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ ഉച്ചരിഞ്ഞ് ഞാൻ തന്നെ അതൊക്കെ പോയി തോട്ടമൊക്കെ തിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും വീഡിയോ കാണണം. ഞാൻ പുതിയൊരു ചാനലാണ്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.